One, two, three, start. Akka soto. ഇത് വിഷ്ണു ചാച്ച അരിപ്പത്തി ഹായ് ഹലോ നമസ്കാരം. ബട്ട് വൈ എന്റർടൈൻമെന്റ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ് വിത്ത് യു. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ടീമാണ്. ഒന്നല്ല 5 പേരുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കച്ചാ മാംഗോ. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി പനിമതിയുടെ കണം വീണ നെഞ്ചിൽ താളം സ്വാഗതം. സ്വാഗതം. ഇപ്പൊ നിങ്ങളാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയം. ഇപ്പൊ ന്യൂസ് ചാനലിൽ വരുന്നു. ആസ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ നമ്മൾ തുടക്ക സമയത്ത് തന്നെ ഇത്രയധികം ആളുകളിൽ എത്തുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പത്തെ ഒരു മൊമെന്റ് ഇല്ലേ, അതെങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്യണേ? ലോട്ടറി അടിച്ച ഫീല സത്യത്തില്. നിങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയണമെന്നുണ്ട്. അപ്പൊ എപ്പോഴും വീഡിയോസ് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടുന്ന് വരുന്നു, എന്താ ചെയ്യുന്നതൊക്കെ ആൾക്കാർക്ക് ക്യൂരിയസ് ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് ആദ്യം നമുക്ക് അറിയണം. സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ലക്ഷ്മി. ലക്ഷ്മി എന്നാണ്. ലക്ഷ്മി എന്ത് ചെയ്യുന്നു? ഞാൻ പഠിച്ചിട്ട് നിൽക്കുക, വേറെ പണിയൊന്നുമില്ല. എന്താ പഠിച്ചേ? റേഡിയോളജി. റേഡിയോളജി പഠിച്ചു. ജോലിക്കൊന്നും പോകുന്നില്ല ഇപ്പൊ? പോണോന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അജിൽ. അജിൻ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യാണ്. എന്ത് വർക്ക് ചെയ്യണേ? വാട്ടർ ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്യുക. ഓക്കെ, സെറ്റ്. ഇവിടെ പാർവതി. പാർവതി. പാർവതി എന്ത് ചെയ്യണോ? ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ജോലി ചെയ്യാണ്. ഓക്കെ. അഖിൽ. അഖിൽ എഡിറ്ററാണ്. എഡിറ്ററാണ്. ഓക്കെ, ഇതിന്റെ ഒക്കെ എഡിറ്റിംഗ് പരിപാടി ഓക്കെ. ഇവിടെ ശരത്ത്. പാവട്ടോ, ഇവിടുന്ന് ലക്ഷ്മി സ്റ്റാർട്ട് ശരത്താണ് എരാൻ തോന്നുട്ടോ. തുടങ്ങിയോ? ഞാനും വാട്ടർ ആണ് തന്നെ. ഓക്കെ, അടിപൊളി. നിങ്ങൾ തമ്മിലൊരു എങ്ങനെയാ, ഫ്രണ്ട്സ് ആണോ അതോ കസിൻസ് ആണോ, എന്താണ്? നിങ്ങൾ എങ്ങനെയാ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേ? നിങ്ങളുടെ ബന്ധം എന്താണ് സത്യത്തിൽ? കസിൻസ് ആണ്. എല്ലാവരും കസിൻസ് ആണോ? കൂട്ടി. എന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ. ആർക്ക് ഇത് ആദ്യം ഒരു ഐഡിയ വന്നത് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ? തുടക്കം ആരായിരുന്നു? അവിടെ അഖിൽ ചേട്ടനാണോ തുടങ്ങിയത്? പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത്, എന്താ ലോക്ക്ഡൌൺ സമയത്തില് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ഞങ്ങള് വീടെല്ലാം അടുത്തെടുത്ത അന്ന് വെറുതെ രാവിലെ എണീറ്റ് ഇങ്ങനെ ചെയ്ത് പോവായിരുന്നു. അന്ന് ഒരെണ്ണം ഇങ്ങനെ വൈറലായി ഒന്ന് ഇങ്ങനെ ആയി വന്നപ്പോഴത്തേക്കിനും ബാൻ ചെയ്ത് ടിക്ടോക്ക്. അപ്പൊ എണ്ണ ഇല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഈ പരിപാടി നിർത്തിയിട്ട് എല്ലാവരും ജോലിക്കും പഠിക്കും അങ്ങനെ അങ്ങ് പിരിഞ്ഞ്. എന്നിട്ട് ഈ ഓണത്തിന് ഞങ്ങൾ എല്ലാവരും ഒന്ന് കൂടിയപ്പോഴത്തേക്കിനും ചുമ്മാ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്കിനും നല്ല റീച്ച് ഉണ്ട് എല്ലാവർക്കും. അറിയാവുന്നവരുടെ അടുത്തോട്ടൊരു റീച്ച്. അപ്പോഴത്തേക്കിനും കൊള്ളാന്ന് മനസ്സിലായി. അങ്ങനെ അപ്പൊ തന്നെ തീരുമാനിച്ച് ഒരു ചാനൽ തുടങ്ങി. ജോലി എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ട്. അപ്പൊ അപ്പോഴത്തേക്കിനും നമുക്ക് അവധി കിട്ടുന്ന ദിവസങ്ങളിൽ അങ്ങനെ ഓരോന്നും ചെയ്യാം, വെറുതെ ചെയ്തിടാം, എന്നിട്ട് ഒരു എന്റർടൈൻമെന്റ് ആവുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തിട്ട് അങ്ങനെ തുടങ്ങി. ആദ്യമൊക്കെ ചെയ്യുന്നതൊന്നും അങ്ങോട്ട് കയറാൻ തുടങ്ങിയില്ല. പയ്യെ പയ്യെ കേറുന്നില്ല, അപ്പൊ അത് മടുത്ത അവസാനം. അപ്പോഴാണ് ഈ ഒരു സാധനം ചെയ്തത്. ഒരു ദിവസം തന്നെ എത്ര വീഡിയോസ് എടുക്കുന്നുണ്ട്? 4-5 വീഡിയോസ് എടുക്കും. ടേക്ക് പോവാറുണ്ടോ? അത് ഒരു വീഡിയോനെ പെട്ടെന്ന് പരിപാടി തീർത്ത് അങ്ങനെയാണോ? 3 ടേക്ക് അധികം പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ കൈ നക്കിയിട്ട് അപ്പൊ അത് ഓക്കെ ആവും, അന്ന് അത് ചെയ്യാം എന്നുള്ള രീതിയിൽ ലൈറ്റ് പോകുന്നതിന് സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് ചെയ്ത് തീരണം. ഈ ഒരാഴ്ച കൊണ്ട് വർക്ക് ചെയ്തിട്ട് നമ്മുടെ ബാക്കി പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഉച്ച കഴിയും തുടങ്ങി. പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടി.
ഇപ്പോഴത്തെ എല്ലാവരും എന്തെങ്കിലുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ആളുകൾ തിരിച്ചറിയണം. നമ്മുടെ ചിലപ്പോൾ അഭിനയിക്കാൻ ടാലൻ്റുള്ള ആൾക്കാർക്കും എഡിറ്റിംഗ് എല്ലാം ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പ്രൊഫഷണലി നമ്മൾ ചിലപ്പം പഠിച്ചൊരു എമൗണ്ട് കിട്ടണം എന്നുള്ള രീതിയിൽ ജോലിക്ക് പോകും. പക്ഷെ ആ സമയത്ത് പാഷൻ എന്ന് പറഞ്ഞ പരിപാടി സൈഡിലുണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടുതൽ എല്ലാവരും ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയല്ലോ. നിങ്ങൾക്ക് അതുപോലെ സൈഡിലായിട്ട് അഭിനയം അങ്ങനെ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് ആ ഒരു പാഷൻ ഉണ്ടോ? അഭിനയം ആക്ടിങ് പാഷൻ ഏറ്റവും കൂടുതലുള്ളത്. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കണ്ണാടിക്ക് ആഗ്രഹത്തിണ്ട്, ഞാൻ ട്രൈ ചെയ്യില്ല. ഒരു അവസരം കിട്ടുമ്പോൾ അതിനകത്ത് സ്കോർ ചെയ്യാന്നുള്ളത്. സ്കോർ ചെയ്യാണ്. ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ വൈറൽ വീഡിയോയിൽ നന്നായിട്ട് സ്കോർ ചെയ്തല്ലോ. ആ പ്രതീക്ഷയിലാണ്. ഓക്കെ, എങ്കിലും ഇവിടെ അങ്ങനെ അഭിനയം ഒന്നുമില്ല. വേറെ ആർക്കും അങ്ങനെ അഭിനയൊന്നും താല്പര്യം നല്ല അവസരം കിട്ടിയ ചേട്ടൻ പറയാ. ഒരു നിങ്ങളുടെ വീഡിയോ വൈറലായി, അഭിനയിക്കാൻ ചാൻസസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആദ്യത്തെ റിയാക്ഷൻ? ഓക്കെ, ഇപ്പൊ വൈറലായിട്ടൊരു സോങ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് വാർത്തകളിലൊക്കെ കണ്ട അത്രയധികം വ്യൂ പോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? 2 വീഡിയോ ഉണ്ട്. ഒരെണ്ണം ആദ്യമേ ടോപ്പ് സിംഗറിൽ പോയത്, പിന്നൊന്ന് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരണം വാർത്തയിൽ 24-ലും വേണുഗോപാൽ സാറും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ട്. ആദ്യത്തെ എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. മറ്റേ അല്ല ആദ്യം ഇതാണ് കസിൻസിനൊക്കെ കൂട്ടിയാലേ, ഫ്രണ്ട്സ് കസിൻസിന് പരിപാടി കൂട്ടാൻ പാടില്ല, കൗണ്ടേഴ്സിനോട് വെയിറ്റ് ചെയ്യും. ആദ്യമേ വൈറലായത് ആദ്യമായിട്ട് ചെയ്തതാണ്. ഇപ്പൊ കറക്റ്റ്. ഓക്കെ, അങ്ങനെ ഈ തെങ്കാശി തമിഴ്പെങ്കിളി ആ പാട്ടായിരുന്നു, അത് ആദ്യമേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സൗണ്ടിന്റെ ആ ഒരു ഇതുകൊണ്ട് പുള്ളിക്ക് ജലദോഷമാന്നുള്ള രീതിയിൽ ഇങ്ങനെ ചുമ്മാ ചെയ്തതാ. ചെയ്ത് അങ്ങനെ ടോപ്പ് സിംഗറി പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. കണ്ടൊരാൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ടോപ്പ് സിംഗറി കാണിച്ച്. അപ്പോഴത്തേക്കും ആദ്യമായി ഇവിടെ എപ്പോഴാണ് എന്തിനാ കാണിച്ചതെന്ന് അറിയാൻ വയ്യ. അങ്ങനെ എപ്പിസോഡ് പിറ്റേ ദിവസം വന്ന് എപ്പിസോഡ് എടുത്ത് വെച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കാണിച്ചത് കണ്ടത്. പുള്ളി എൻജോയ് ചെയ്ത് അപ്പോഴാ പുള്ളി പറയുന്നത് നമുക്ക് ശരിക്കും ജലദോഷമായിരുന്നു. അറിയുന്നത് സപ്പോർട്ട് ചെയ്താ സപ്പോർട്ട്. രണ്ടാമത്തെ വീഡിയോ ഇപ്പൊ നമ്മുടെ അത് പിന്നെ അത്യാവശ്യം നമുക്ക് വലിയ കയറും നമ്മൾ ഉണ്ടായിരുന്നു. ഇത്രയും കയറുമെന്ന് വിചാരിച്ചില്ല. ഞാനാണ് ആ സാറെടുത്ത് ചെയ്തുകൊണ്ടാണ്. ആ വീഡിയോന്റെ എത്ര സെലിബ്രിറ്റീസ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിനകത്ത് ഷെയർ ചെയ്തു കച്ചമാക്കാരെ കൊണ്ട് തോറ്റുന്നത് അങ്ങനെ ഒരു ഇതൊക്കെ ഇട്ടിട്ട് അറിയുന്നത്. ഈ വീഡിയോ ഇപ്പൊ വൈറലായല്ലോ, വൈറലായി കഴിയുമ്പോൾ മറ്റ് ആളുകൾ ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുറെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യണേ. ഇപ്പൊ കമന്റ് ബോക്സിൽ എപ്പോഴും ഒരു തമിഴ് ചാനലിനെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതുപോലെ കോപ്പി അടിച്ചതാണോ അതുപോലെയാണോ ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് ശരിക്കും നിങ്ങൾ അത് ഇൻസ്പയർ ചെയ്താണോ അതോ കോപ്പി അടിച്ചാണോ? എന്താണ് അതിന്റെ ഒരു കഥ? ശരിക്കും ചോദ്യത്തിന് വേണ്ടി കാത്തിരുന്നത്. ശരിക്കും ഈ പാട്ടിന്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പാട്ട് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് ചെയ്യാൻ വേണ്ടിട്ടൊന്നുമല്ല, അങ്ങനെ ഈ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ അറിയാമായിരുന്നു. ഇതാണോ സംഭവം അങ്ങനെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഇത് കണ്ടത്, ഈ കണ്ടന്റ് കണ്ടത്, ഈ തമിഴിൽ വിക്കൽസ് ചെയ്യുന്നത്. ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അപ്പോഴാണ് ഇത് കൊള്ളാമല്ലോ, ഈ ഐഡിയ കൊള്ളാമല്ലോ. തമിഴിൽ ഇത്രയും പാട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ഇഷ്ടംപോലെ ഇതുപോലെ ബാക്ക് സ്റ്റോറി ഉള്ള പാട്ടുകളുണ്ടല്ലോ. അപ്പൊ അതെടുത്ത് ചെയ്ത ഒരു കണ്ടന്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എടുത്ത് ചെയ്തതാണിത്. എന്നിട്ട് അതിന്റെ വന്നിട്ട് കോപ്പി എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്, ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മലയാളം വെർഷൻ എന്ന് പോസിറ്റീവായിട്ട് പറയുന്നത് മാത്രമേ എടുക്കുന്നു. ക്രെഡിറ്റ് വിക്കൽസിന് തന്നെ, അതിന്റെ ഐഡിയ വിക്കൽസിന്റെയാണ്. അതിന്റെ ഒരു കൺസെപ്റ്റ്, അതിന്റെ ഒരു മലയാളം വെർഷൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ സോങ് സെലക്ഷൻ ഒക്കെ ആരാ ചെയ്യാ? എല്ലാവരും തന്നെ ഓരോ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് പറയും ഈ പാട്ടിനകത്ത് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പം അത് കേട്ടിട്ട് അല്ലാതെ നമുക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞു, അല്ലാതെ കുറെ പേര് പറഞ്ഞു തരാറൊക്കെ ഉണ്ട്. ഈ കുഴലൂതും പോകുന്നല്ലേ
ഇപ്പൊ നല്ല കൂടെ പ്രശാന്ത് കാഞ്ഞിരം മറ്റെന്ന് പറയുന്നൊരു കോമഡി ആ പുള്ളിയാണ് ഈ പാട്ട് പറഞ്ഞു തന്നത്. ലാസ്റ്റ് വരുന്നത് ഇതിനകത്ത് ഇങ്ങനൊരു സാധനം കണ്ടു നോക്കുന്നത്. ഈ വൈറലായ സമയത്ത് പുള്ളിക്കാരെ മെസ്സേജ് അയച്ചോ? മെൻഷനൊക്കെ ചെയ്തായിരുന്നു ചേട്ടനെ പറഞ്ഞു. അടിപൊളി. ഇവിടെ ഒരാൾ മിണ്ടാതിരിക്കുകയാണ്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആരാ? ടേക്കൊക്കെ പോകുമ്പോ അതുകൊണ്ടില്ല. കൂരന്മാര് രണ്ടു സ്ഥലത്ത് ഇരിക്കുക. വഴക്കിട്ടിട്ടുണ്ട് ഇവരുടെ കയ്യിന്ന്. പിന്നെ വഴിയിൽ പോകുന്നതാണ് തെറ്റിക്കണ ഞാന്. തെറ്റിക്കും, കറക്റ്റായിട്ട് ചെയ്യത്തില്ല. അതിന് ഒരു പേടിയാ. ക്യാമറ ഓണാക്കുമ്പോൾ ഇപ്പൊ ഇരിക്കുന്ന ഉണക്ക് തന്നെ ഒന്നും വരുത്തില്ല. പക്ഷെ അല്ലാത്തപ്പോ എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന ഫണ്ണ് പറയുന്നതൊക്കെ ആളാ. ക്യാമറ ഓണാക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആവും. ആണോ? അങ്ങനെ അതിന്റെ ഈ കൂട്ടത്തില് വീട് ചെയ്യാൻ മടിയുള്ള ആർക്കാ? മടിയില്ല, അടിയേ ഉള്ളു. ഇതിനകത്ത് ഞാൻ ചെയ്യാം, ഞാൻ നിക്കാം, എല്ലാരും കൂടെ നിക്കണ്ട, അങ്ങനൊക്കെ പറയും. ശരി, 3 പേര് 2 3 പേര് നിന്നാ മതി എന്നുള്ളവരൊക്കെ. ഇവര് തമ്മിൽ അടിയാ. ഒരു ഫീമെയിൽ സിംഗറെ അല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അതിനടിയാ. നമുക്കാണെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറെ നിർത്താം, ഒരു മെയിൽ സിംഗറെ നിർത്താം. നമുക്ക് അവസരമുണ്ട്. അപ്പൊ ഇവർക്ക് ഒരാൾക്ക് അവസരമുള്ളൂ. അതിന് ഇവര് തമ്മിൽ അടിയാ. ഈ വൈറലായ സോങ് ശരിക്കും അങ്ങനെ അടി ഉണ്ടായിരുന്നോ? സ്റ്റോറി പോട്ടെ. അതിൽ സെലക്ഷൻ ഒന്നും ഇപ്പൊ വൈറലായല്ലോ, അപ്പോഴൊരു റിയാക്ഷൻ എന്തായിരുന്നു? അതിനടിയിൽ ഇങ്ങനെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ബാക്കി ആൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. സന്തോഷം മാത്രമല്ല, നമ്മളൊക്കെ കൊണ്ടുപോയി. ഇപ്പൊ വീഡിയോ വൈറലായി, നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ നിങ്ങളെ? ഇല്ല, അറിയാവുന്ന കുറെ പേര് ഇങ്ങനെ പറയും കൊള്ളായിരുന്നു വീഡിയോ. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഇൻബോക്സില് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? എന്നാലും അതൊന്നുമില്ല. ഒരുപാട് പേര് ഇങ്ങനെ പറയും കൊള്ളാം, ഇന്നാളുടെ അഭിനയം കൊള്ളാം, ഇന്നാള് കൊള്ളാം. സ്വാഭാവികം. ഈ കൂട്ടത്തിൽ നന്നായിട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇനി പാടുന്ന പേരൊന്നും പറയില്ല. ആരും പാടില്ലേ? ഈ പാടുന്നവർക്ക് നല്ല ഈണത്തിലും ഒക്കെ പാടാൻ അഭിനയിക്കാനൊക്കെ പറ്റുമെങ്കിൽ ഉള്ളിലൊരു ഗായകനും ഗായിക ഒളിച്ചിരിക്കും. എങ്കിലും നമ്മളെപ്പോഴും വീഡിയോസിൽ മാത്രമല്ലേ നിങ്ങളുടെ റിയാക്ഷൻസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. ലൈവായിട്ട് നിങ്ങളൊരു പാട്ട് പാടി കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുമിച്ച് കുറച്ച് ഇഷ്ടമുള്ള പോലെ പഠിക്കാം. നിങ്ങളുടെ ഒറിജിനൽ വോയിസിൽ പാട്ട് കേൾക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതോടുകൂടി സബ്സ്ക്രൈബ് കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ കാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കഴിയൂ ഞാലാടും നീടനാടിയിലാണ് മതിയൊരു നാളിൽ നീ നല്ലൊരു നേരം ഇനിയില്ലതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. രസമായിട്ട് പാടുന്നുണ്ട് എല്ലാവരും. ശരിക്കും അക്കോച്ചൻ പാടും. അക്കോച്ചയോ? എന്തോ അക്കോച്ചയോ? ഇത് അക്കുച്ചാച്ചൻ, ഇത് വിഷ്ണു ചാച്ചൻ. അക്കുച്ചാച്ചൻ, വിഷ്ണു ചാച്ചൻ. നിങ്ങളെ അവനെ കൊണ്ട് വിളിപ്പിക്കായിരിക്കും. ഇപ്പൊ പറയാന്തെങ്കിലും കേട്ടോ. കൗണ്ടേഴ്സിന് വെയിറ്റ് ചെയ്യരുത്, അപ്പൊ പറഞ്ഞോളാ. ഇവിടെ നിങ്ങൾ എങ്ങനെ നിങ്ങൾ വിളിക്കാറുണ്ടോ സ്നേഹത്തോടെ? സ്നേഹത്തോടെ കൊച്ചുനാളിലെ വിളിക്കുന്നത്. കൊച്ചുനാള് തൊട്ടേ വിളിക്കാൻ തുടങ്ങി. ഇതിൽ ഏറ്റവും ഈ കുറുമ്പഴാരാ?
ഏറ്റവും കൂടുതൽ ഭയങ്കര കുറുമ്പുള്ള ആൾക്കാരാരാ? ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കസിൻസ് പിള്ളേരെ ഒരേ ബോണ്ടിങ് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ കസിൻസ് നമ്മളുണ്ടെങ്കിലും ഒരാൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ടാലന്റ് ആയിട്ടുണ്ടാവും, ഒരാൾക്ക് ഒരു ഇൻട്രോവേർട്ട് താല്പര്യം ഇല്ലാതൊരു മൂഡായിരിക്കും. പക്ഷെ നിങ്ങൾ എങ്ങനെയാ കറക്റ്റ് ഒരേ ഇതിൽ വന്നത്? പലപ്പോഴും കാണുന്നുള്ളത് ഞങ്ങള് വീട് എല്ലാരും അടുത്തടുത്തായോണ്ട് എന്തെങ്കിലും പരിപാടിക്ക് ഉണ്ടെങ്കിൽ എല്ലാരും ഒരുമിച്ച. അപ്പോഴത്തേക്കിനും അതിനകത്ത് ഫണ്ടുണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു ബോണ്ട് വന്നതായിരിക്കും. അപ്പനപ്പൂമാര് കൊണ്ടുതന്ന ബോണ്ട് ഞങ്ങൾ അടിപൊളി. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റൈലിലാണല്ലോ വീഡിയോസ് ചെയ്യണേ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ ആളുകൾ അത് ചിലപ്പോൾ ഇൻസ്പയർ ചെയ്ത് ചെയ്യുമായിരിക്കും. അപ്പൊ നിങ്ങളൊരു പ്ലാൻ ബി എന്നുള്ള വേറെ എന്തെങ്കിലും പ്ലാൻ കണ്ടിട്ടുണ്ടോ? ഒരു വീഡിയോ കോണ്ടന്റ് ക്രിയേറ്റഡ് ഇനി നമുക്ക് ഇതിപ്പോ ഒരു മടുത്തു, അടുത്തൊരു പരിപാടി തുടങ്ങണം, അങ്ങനെ ഒരു പ്ലാൻ ബി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതിനൊന്നും അടുത്തായിരുന്നു. ഒന്നും അടുത്ത് നമുക്ക് വേറൊരു ഇതിലോട്ട് പോവാന്ന് വിചാരിച്ചപ്പോഴാ ഈ കുഴലൂതും പൂന്തന്നലെ വൈറലായത്. മടുത്തപ്പോഴത്തേക്കും പിന്നെയും വൈറലായത്. അപ്പൊ 2-3 കണ്ടന്റോട് അങ്ങനെ പോവാന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഹോം കണ്ടന്റ് ഒക്കെ ചെയ്യണം എന്നുള്ളത് എല്ലാരും ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ആയതുകൊണ്ട്. നിങ്ങൾ ഇൻട്രോവേർട്ട് ആണോ? പറഞ്ഞത് നന്നായി. ഞാൻ ആദ്യം വരുമ്പോഴേ ഇവര് മറ്റേ ക്ലാസ്സിൽ ടീച്ചർ വരുന്നല്ലേ ഒരേപോലെ ഒരാളെ എഴുന്നേറ്റപ്പോ എല്ലാരും നമസ്കാരം. ഇപ്പൊ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓൾറെഡി ഓരോരുത്തരും ഇപ്പൊ പാട്ട് കേൾക്കുമ്പോ ഒരുപാട് പാട്ട് കേൾക്കാറുണ്ടോ ഇപ്പൊ വീഡിയോസ് ചെയ്യുന്നതിന് മുന്നില്? അപ്പൊ ഞാനൊരു ഗെയിം തരാം നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നത് വളരെ ഈസി ആവുന്ന ഒരു ഗെയിമാണ്, കാരണം ഒരുപാട് പാട്ട് കേൾക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് പാട്ടിന്റെ വരികൾ പറയും. ഒരു പാട്ടിന്റെ വരികൾ ജസ്റ്റ് പറഞ്ഞു പോയുള്ളൂ. ആ വരികൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് ഏത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. വെരി സിമ്പിൾ. ഓരോരുത്തരായിട്ട് തുടങ്ങാല്ലേ? ഇത് തെറ്റിച്ച് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാവോ? പണിഷ്മെന്റ് എന്താ കൊടുക്കണ്ടേ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. എനിക്ക് ആ ധൈര്യം ഇഷ്ടമായി, ഞാൻ തന്നെ തുടങ്ങാന്ന് പറഞ്ഞത്. ഓക്കെ, തുടങ്ങാം. നിൻ കഴൽ തൊടും മൺതരികളും മംഗല നീലാകാശവും കുശലം ചോദിപ്പും നെറുകിൽ തഴുകി കുളിർ പകരും പനിനീർക്കാറ്റും. പാടില്ല, പറയാം. നിൻ കഴൽ തൊടും മൺതരികളും മംഗല നീലാകാശവും കുശലം ചോദിപ്പൂ നെറുകയിൽ തഴുകി കുളിർ പകരും പനിനീർക്കാറ്റും. ഞാൻ പറയാം പണിഷ്മെന്റ് ഒന്നുകൂടെ ഞാൻ ഇവിടെ ക്ലൂ തരാം. ക്ലൂ വരട്ടെ. യേശുദാസ് ആണ് ഈ പാട്ട് പാടിയത്. തമിഴ് പാട്ട് ചോദിക്കാനുള്ളത് ഞാനങ്ങ് പണിഷ്മെന്റ് മേടിക്കാം. എനിക്കറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പാട്ട് ഇവിടെ കൈമുക്കി അടിപൊളി സിമ്പിൾ. അപ്പൊ പണിഷ്മെന്റ് എന്ത് കൊടുക്കാം നമുക്ക്? ടഫുള്ളത് ചോദിക്കണേ. ഓക്കെ, ഇപ്പം ഒരു പണിഷ്മെന്റ് ആണ്. ഒരു അക്ഷരം നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ആളോട് ചോദിക്കാം. ഒരു അക്ഷരം കൊടുക്കുക, അക്ഷരത്തിൽ വേണം സംസാരിക്കാൻ പുള്ളിക്കാരൻ. റെഡി? സ്റ്റാർട്ട് ചെയ്തോ. ഇഷ്ടമുള്ള കൊടുത്ത അക്ഷരം വെരി സിമ്പിൾ അക്ഷരം. സ്നേഹം അതെ. നിങ്ങൾ 4 പേര് മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കണം കേട്ടോ. ശരി, മനസ്സിലായി. എന്ത് ചോദിച്ചാലും അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അക്ഷരം കൊടുക്കും നിങ്ങള്. വെരി സിമ്പിൾ കേട്ടോ. രാവിലെ എന്ത് കഴിച്ചു? അരിപ്പത്തിരി.
എടാ കാല് സ്റ്റാർട്ട് ചെയ്യണോ? മനസ്സിലായോ? സ്റ്റാർട്ട് ചെയ്യണം. കിഴങ്ങ് വെച്ചു, കാലല്ലേ സ്റ്റാർട്ട് ചെയ്യണേ. അങ്ങനെ എന്ത് ചോദിച്ചാലും Correct എണ്ണം ഉത്തരം പറയണം. പറയുമ്പോ നമ്മള് കാ വെച്ച അക്ഷരം വരുന്നതായിരിക്കണം മറുപടി കൊടുക്കാൻ, അല്ലെങ്കിൽ ഔട്ടാവും. ഓക്കെ ഓക്കെ, റെഡി തുടങ്ങിക്കോ. ഇങ്ങനെ വന്നേ കാറില് സ്പീഡ് ചോദിക്കണേ. രാവിലെ എപ്പോ എണീറ്റ്? കൂടിപ്പോയല്ലോ. കാലത്ത് യോ കൂടി. ഞാൻ ചെയ്യണില്ലേ? എന്താ എന്ത് ജോലി? എന്തോ ജോലി? എന്താ ജോലി? എന്തെല്ലാം എന്തെങ്കിലും പറയടാ, കാ വെച്ചിട്ട്. കാർപ്പന്റർ എന്ന് പറ. കൃഷിപ്പണി എന്ന് പറ. കൃഷിപ്പണി. എന്ത് കിഴങ്ങ്. കിഴങ്ങ്. ഓക്കെ, പാവം അവിടെ ഇരുന്ന് ഞാൻ ഉരുക. ഓക്കെ, മറ്റേ ഓൺ ദ ഫ്ലോർ ബേബി അതല്ലേ? മോഹം കൊണ്ടാണ്. വെറുതെ